ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടുള്ള റെസ്പെക്റ്റും ഇൻട്രസ്റ്റും പോകുന്നത് എപ്പോഴാണെന്ന് അറിയൂ? ചില മിസ്റ്റേക്കുകൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്താണ്. ഒന്ന്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ട് അവരെ ഒരു ജോക്കർ എന്ന രീതിയിലൊക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. രണ്ട്, അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് അവരുടെ ഫീലിങ്സ് ആയിരിക്കാം, അവരുടെ തോന്നലുകളായിരിക്കാം, അവരുടെ എന്തെങ്കിലും ഇമോഷൻസ് ആയിരിക്കാം. സോ ഇങ്ങനെ അവരുടെ ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ മൊബൈൽ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരാഗ്രഹിക്കുന്ന, അവർ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ എന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകാൻ തുടങ്ങും. ഇത് എപ്പോഴെങ്കിലും ചെയ്യുമ്പോഴല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് സീരിയസ്ലി പോകും. മൂന്ന്, അവരെപ്പോ എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വളരെയധികം ബിസിയാണ്, എൻഗേജ്ഡ് ആണ്, എനിക്കതിനൊന്നും സമയമില്ല, ഇത്തരത്തിൽ ഒരു രീതിയിലും അവർക്ക് അവൈലബിൾ ആകാത്ത രീതിയിലാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള ഇൻട്രസ്റ്റും റെസ്പെക്റ്റും പോവാൻ കാരണമാണ്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ സമയത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും വേണ്ടി നിങ്ങൾ അവരെ ബെഗ് ചെയ്യിപ്പിക്കുന്നുണ്ടോ? അതായത് എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ എനിക്കൊന്ന് അറ്റൻഷൻ നൽകൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, ഇങ്ങനെ ബെഗ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓവർ റിക്വസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണോ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള എല്ലാ റെസ്പെക്റ്റും പോവാൻ കാരണമാകും. ആൻഡ് ഫൈനലി, നിങ്ങളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു, ഒരു തവണ ചെയ്യുന്ന സമയത്ത് അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷെ അവർ പറയുന്നുണ്ട് നിങ്ങളോട് അത് ചെയ്യരുത്, അല്ലെങ്കിൽ അത് എനിക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നല്ലതല്ല റിലേഷൻഷിപ്പിന് എന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ അതേ മിസ്റ്റേക്ക് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് എഗെയിൻ സോറി പറയുന്നുണ്ടെങ്കിൽ ആ സോറിക്ക് അവിടെ വാല്യൂ ഇല്ലാതാവും. മാത്രമല്ല, നിങ്ങൾ ഒരേ മിസ്റ്റേക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായി മാറുകയാണ്. അത് ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കും, നിങ്ങളോടുള്ള എല്ലാ അട്രാക്ഷൻ പോകുന്നതിനും കാരണമാകും. നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. സോ അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഫൈറ്റ് അഫർമേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക. അഫർമേഷൻ അയച്ചു തരുന്നതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ.